ഇപ്പോൾ BJP നേതാവ് ശ്രീ PC ജോർജ് കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ PC ജോർജ്, ഒക്ടോബർ 13 ഈ അവകാശ സംരക്ഷണ യാത്ര കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള ഈ യാത്രയുടെ സ്വാഭാവികമായി ഉണ്ടാക്കാവുന്ന ഇംപ്ലിക്കേഷൻസ് താങ്കൾക്ക് ഊഹിക്കാവുന്നതാണല്ലോ. ഈ യാത്രയെ താങ്കൾ എങ്ങനെ കാണുന്നു? അതായത് കാസർഗോഡ് മുതൽ യാത്ര കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറയുമ്പോൾ കത്തോലിക്ക എത്ര ഉണ്ടെന്നുള്ളതല്ലേ പ്രശ്നം. രാഷ്ട്രീയമായ ഇംപ്ലിക്കേഷൻ എന്ത് വരും എന്ന് ചോദിച്ചാൽ അതിനുള്ള ഒരു രാഷ്ട്രീയമായ ഒരു മാറ്റം വരുത്താൻ, ഏതെങ്കിലും ഒരു മുന്നണിയിൽ മാറ്റം വരുത്താനുള്ള സ്വാധീനമൊന്നും കത്തോലിക്കനില്ല. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി തന്നെ ഒരു വിഭാഗം മാത്രമാണ് കത്തോലിക്കൻ. ഇവിടെ ജാക്കബ്സ് ഉണ്ട്, ഓർത്തഡോക്സ് ഉണ്ട്, CSI ഉണ്ട്, പെന്റിക്കോസ്റ്റ് ഉണ്ട്, ഇങ്ങനെ എത്രയോ വിഭാഗങ്ങളുണ്ട്. അവരാരും ഇല്ലാതെ കത്തോലിക്കൻ മാത്രം ഒരു കത്തോലിക്ക കോൺഗ്രസ് ഒരു യാത്ര നടത്തി കഴിഞ്ഞാൽ അത് അവരുടെ സംഘടനാ ശക്തി എത്രയാണെന്ന് അവർ തന്നെ മനസ്സിലാക്കാൻ അവർ ഉപകരിക്കും എന്നുള്ള കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. ഞാൻ കത്തോലിക്ക കോൺഗ്രസോ അല്ലെ മറ്റേതെങ്കിലും മതസംഘടനയ്ക്ക് എതിരായിട്ട് പറയാമെന്ന് ആഗ്രഹിക്കുന്നില്ല. അത് അവരവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ കത്തോലിക്ക കോൺഗ്രസിന്റെ ഈ യാത്ര കൊണ്ട് രാഷ്ട്രീയ മേഖലയിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുമെന്ന് ആരെങ്കിലും കരുതെങ്കിൽ അത് മൗഢ്യമാണ്, തെറ്റാണ് എന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ പ്രത്യേകിച്ച് കത്തോലിക്കർ ഇവിടെ ഉള്ളവർ എല്ലാം തന്നെ നാട് വിട്ടു പോയി കഴിഞ്ഞു. ചെറുപ്പക്കാരും തന്നെ ഇല്ല. ഞാൻ എന്നെ പിടിക്കുന്ന സ്ഥലത്ത് തന്നെ നോക്കി, ഇവിടെ തന്നെ ഒരു 15-16 വീട്ടില് ഒരു മനുഷ്യനില്ല. അതെ, മുനിസിപ്പാലിറ്റിയാന്ന് ഓർക്കണം. അപ്പൊ ആ നിലയിലേക്ക് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ കത്തോലിക്കന്റെ ഒരു ജാതിയിൽ എന്തെങ്കിലും പ്രസക്തി ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല. എന്റെ അഭിപ്രായം അതാണ്. ഇപ്പോ ക്രൈസ്തവ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് എപ്പോഴും എല്ലാവരും ലക്ഷ്യമിടുന്ന ഒന്നാണ്. BJPയും അത് ലക്ഷ്യമിട്ടൊക്കെ കാര്യമായ പ്രവർത്തനങ്ങൾ നടത്താൻ ഒരുങ്ങുകയാണല്ലോ. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ ഇവർ വിചാരിച്ചാലും ചെറിയ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയില്ലേ ശ്രീ PC ജോർജ്? അതെ, കത്തോലിക്കൻ ക്രിസ്ത്യൻ എന്ന് പറയൂ. അപ്പൊ ഞാൻ നിങ്ങൾ പറയുന്നത് യോജിക്കാം. ക്രിസ്ത്യാനികളെല്ലാം കൂടെ ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ മധ്യ തിരുവിതാംകൂറിന്റെ ഒരു ശക്തിയുണ്ട്. പക്ഷെ നിൽക്കിയല്ല. അത് കാരണം 100 കേരള കോൺഗ്രസ് ഉണ്ട്. അത് എല്ലാത്തിനും ഓരോ വിഭാഗം പോയിട്ടുണ്ട്. അങ്ങനെ പോയി പിന്നെ എല്ലാ കോൺഗ്രസിനകത്തോട് കുറെ ക്രിസ്ത്യാനികൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോട്ട് കുറച്ച് ക്രിസ്ത്യാനി, BJPയിലോട്ട് കുറെ ക്രിസ്ത്യാനി. ഞങ്ങളിപ്പോ BJPയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിപ്പോ ക്രിസ്ത്യൻ സമുദായത്തിനിടയില് കാരണം ഒത്തിരിയേറെ വേദന അനുഭവിക്കുന്ന ഒരു സമൂഹമാണ്. അപ്പം ഞങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ട് അവരെ സംഘടിപ്പിക്കാനും കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടാൻ കഴിയുള്ള ആനുകൂല്യങ്ങൾ അവർക്ക് മേടിച്ചു കൊടുക്കാനും ഞങ്ങൾ ശ്രമിക്കുന്നത്. ഇവിടെ കേന്ദ്ര ഗവൺമെന്റിനെ അടുപ്പിക്കാതെയല്ല ഇവിടെ LDF UDF നീങ്ങുന്നത്. എവിടെ പോയി എത്തും? എന്ത് കിട്ടാൻ പറ്റും? ഞാൻ ഇപ്പൊ പിണറായി വിജയൻ തന്നെയാണെങ്കിലും ആദ്യം ശബരിമല അയ്യപ്പനെ അവഹേളിക്കുക മാത്രമല്ല ആ വിശ്വാസത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നേക്കരായിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന 2 പെൺകുട്ടികളെ അങ്ങോട്ട് പോലീസ് സഹായത്തോട് അയ്യപ്പനെ കാണിക്കാൻ വിടാൻ നോക്കിയ പാർട്ടിയാണ് പിണറായി. ആ പിണറായി ഇപ്പൊ ഇന്നലെ ചെയ്തെന്താ? ശബരിമല അയ്യപ്പനെ സംഗമം സംഘടിപ്പിക്കുക. ഏത് നില എത്തുന്നു ഒരു മുഖ്യമന്ത്രി എന്ന് ഞാൻ പറഞ്ഞത്. കാര്യം അത് തകർന്നുപോയി. സംഗമൊക്കെ വിശ്വാസികൾ സഹകരിച്ചില്ല. അയ്യപ്പ ഭക്തന്മാരാരും തന്നെ പങ്കെടുത്തില്ല. കുറെ ഉദ്യോഗസ്ഥന്മാരെ മാത്രം, ഉദ്യോഗസ്ഥന്മാരെ ആരും ഇല്ലാത്ത ഗതിയായിപ്പോയി. നാണക്കരായി പോയി. അത് പോട്ടെ, അത് എന്തുവാട്ടെ. എന്നാലും പിണറായിയുടെ മനസ്സാ ഞാൻ പറഞ്ഞു. അതായത് എത്ര ലക്ഷം ഒരു ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്ന് 20 ലക്ഷം ഇവിടെ പന്തരായിട്ടത്. 4000 പേർക്ക് ഭക്ഷണം അറേഞ്ച് ചെയ്തത്. ഒന്ന് ആലോചിച്ച് എന്തെല്ലാം ചെയ്തു. എന്നിട്ട് ആള് കിട്ടിയില്ല. അയ്യപ്പ ഭക്തന്മാരാരും തന്നെ ഇതിനകത്ത് കയറിയില്ല. പിന്നെ കുറെ ഉദ്യോഗസ്ഥന്മാരും എല്ലാം മാത്രം കയറിയിരുന്നാണ് കാര്യം തീർന്നത്. പക്ഷെ മറ്റേ ആ 4000 പേർക്കുണ്ടാക്കിയ ഭക്ഷണം എവിടെ കൊണ്ട് കളഞ്ഞൊന്നും എനിക്കറിയില്ല. നമുക്ക് എന്തായാലും ഈ വിഷയത്തിലേക്ക് വന്നാൽ അപ്പോ താങ്കൾ പറയുന്നത് ഇതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ വലിയ രാഷ്ട്രീയമായ പ്രതിഫലനങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ലെന്നാണ്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഇന്നലെ ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് തറയിലിൻ്റെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു, കേരള കോൺഗ്രസ്സുകാരൊക്കെ ഒന്നിച്ച് നിൽക്കണമെന്ന്. അപ്പോൾ ഇതൊക്കെ ഈ പ്രഖ്യാപനങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടപെടുമെന്ന മാർ പീറ്റർ കൊച്ചുപുരയ്ക്കലിൻ്റെ പ്രസ്താവന 1 മാസം മുൻപ് വന്നതാണ്. ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഈ സമ്മർദ്ദത്തിനപ്പുറത്ത് ഒരു ഇടപെടലിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. വളരെ നന്ദി ശ്രീ PC ജോർജ് ഇപ്പോൾ